മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എ സജീവൻ, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷവും അതിനൊത്താശ പാടിയ ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിയൊരു ഏർപ്പാട് അതാണിപ്പോൾ ഹൈക്കോടതി പൊളിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ കോടതി കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് ഇത് ഒരു സദ്ഭരണത്തിൻ്റെ ലക്ഷണമാണ്, ഭരണനിർവഹണം കൃത്യമായി നടക്കുന്നുണ്ട്, ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്, ജീവനക്കാരെ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്, അതിൽ രാഷ്ട്രീയമില്ല, മാത്രമല്ല ഒരു ഡാറ്റ ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നത് സമൂഹത്തെ മാധ്യമങ്ങളിലൂടെ ഈ ഡാറ്റ ചോർത്തലാണ് സർക്കാരിൻ്റെ പണി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഡാറ്റ ചോർത്തലാണ്, അതിനുവേണ്ടി ചില പദ്ധതികൾ കൊണ്ടുവരുന്നു, അതിൽ പണ്ടൊരു സ്പ്രിംഗ്ലർ നമ്മൾ കണ്ടതാണ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഡാറ്റ വിവരം, ഈ DA സന്ദേശവുമായി ബന്ധപ്പെട്ട്. ഇത് ഒരു പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ ആ ലക്ഷണങ്ങളെ, പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സർക്കാർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും മോശമാക്കി കാണിക്കുക, പൊതുജന മധ്യത്തിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊത്താശ പിടിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരെ എന്താണ് വിളിക്കേണ്ടത്? പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പരമാവധി കട്ടികൂട്ടിയിട്ട് പരമാവധി സർക്കാരിനെ ആക്രമിക്കാവുന്ന രൂപത്തിലൊക്കെ പ്രതിപക്ഷം നടത്തും. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ഈ മാധ്യമങ്ങൾ അതിനൊത്താശ പാടുന്ന രീതിയിൽ പെരുമാറുന്ന ഒരിക്കൽ പോലും മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കാര്യം കോടതി തന്നെ നേരത്തെ ഇപ്പോഴത്തെ ഈ ഉത്തരവിൽ വന്നിട്ടുള്ള കാര്യത്തിന് മുമ്പേ തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, കോടതിയുടെ പരാമർശമുണ്ട്. അതായത് സർക്കാർ ജീവനക്കാർക്ക് തങ്ങൾ ശമ്പളം കൊടുക്കുന്ന ജീവനക്കാർക്ക് എന്തെങ്കിലും സന്ദേശം അയക്കുന്നതിൽ എവിടെയാണ് ഡാറ്റ ചോരുന്നത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡാറ്റ ചോർത്തലിന്റെ കാര്യമൊന്നുമില്ല. സർക്കാരിന്റെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കുന്നു. അത് പത്രത്തിലൂടെ കൊടുത്താലും ഇതേപോലെ വാട്സപ്പിലൂടെ കൊടുത്താലും സോഷ്യൽ മീഡിയ വഴി ഏത് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ, സർക്കാർ അതിലൂടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റാർക്കും വോട്ട് ചെയ്ത് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞില്ല. അവിടെ സർക്കാർ ജീവനക്കാർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തങ്ങൾ നടത്ത ഈ 5 വർഷത്തിനിടയിൽ നടപ്പാക്കിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അവരറിയിക്കുന്നു. അത് അറിയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരിന്റെ കടമ തന്നെയാണ്. കാരണം പ്രകടന പത്രികയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ജനങ്ങളെ അറിയിക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യങ്ങൾ, ഇതിപ്പോ ജീവനക്കാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നാട്ടുകാരടുത്ത് മുഴുവൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഒരു മെസ്സേജ് അവർക്ക് നോക്കിയിട്ട് അത് ഇത് നോക്കി വിശ്വസിക്കണമെന്നൊന്നും സർക്കാർ പറയുന്നില്ലല്ലോ. ഇത് നിർബന്ധമായിട്ട് നിങ്ങളിത് കണ്ടിട്ട് ഇതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പരിഗണിക്കാവൂ എന്ന് പറയുന്നത്. സർക്കാർ അറിയിക്കുന്നു, അറിയിച്ചിട്ട് ആ ജീവനക്കാരന്റെ താല്പര്യമനുസരിച്ച് രാഷ്ട്രീയം അനുസരിച്ചൊക്കെ അവർ വോട്ട് ചെയ്യുന്നതിൽ ഒരു നിർബന്ധവും ഇതിന്റെ കാര്യത്തിൽ വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു സർക്കാരിന്റെ കടമയോ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം തങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സർക്കാർ ചെയ്യുന്ന ഒരു കടമയാണ്. അവിടെ ഡാറ്റ ചോർത്ത പ്രതിപക്ഷം പറയുന്ന പോലെ എന്ത് ഡാറ്റയാണ് ചോരുന്നത്? ഇതോടുകൂടിയിട്ട് മൊത്തമായിട്ട് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു, അവരുടെ മുഴുവൻ വിവരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു ആരോപണം. ഇത് തന്നെയാണ് നേരത്തെ സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. അപ്പോഴും ഇതേ കാര്യം, ഡാറ്റ മുഴുവൻ ചോർന്നുപോയി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു അനാവശ്യമായ ആരോപണം. ബാക്കി ആരോപണങ്ങളൊക്കെ നടത്താം. പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന് ഇതൊക്കെ അതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അവർ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ സർക്കാർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയില്ല, അവർ പറയുന്നതിൽ തന്നെ അവർ പറയുന്ന പൂർണ്ണമായിട്ടും അവർക്ക് തന്നെ വിശ്വാസമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുക എന്ന് പറയുന്നത് അത് മാധ്യമധർമ്മത്തിന് യോജിച്ചല്ല. മാധ്യമങ്ങൾക്ക് വേണിച്ച് വിലയിരുത്താം. ഇത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ വിലയിരുത്തൽ നടത്താം. അതല്ലാതെ പക്ഷം ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ട് സർക്കാരിന് സജീവൻ, നമ്മൾ ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്തു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ PRD നൽകിയ ഒരു പരസ്യത്തിൻ്റെ കാര്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ 10 വർഷത്തിന് മുമ്പുള്ള കേരളത്തിലെ അവസ്ഥയും ചൂണ്ടിക്കാട്ടി അതിമനോഹരമായ ഒരു പരസ്യം, ഒരു സർഗാത്മക പരസ്യം PRD നൽകുകയും ചെയ്തു.
അവിടെ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്തുകൊണ്ട് സർക്കാരിന് അങ്ങനെ ഒരു പരസ്യം നൽകേണ്ടി വന്നു എന്നുള്ളതാണ്. സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സർക്കാരും ജനങ്ങളും ഒരു വശത്തും പ്രതിപക്ഷവും വലതുപക്ഷവും മറുവശത്തുമാണ്. നമുക്കറിയാം, ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്ന് പറയുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമ്പോൾ, അതായത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി, അതിന് മാധ്യമങ്ങൾ, പത്രങ്ങൾ എത്ര സ്പേസാണ് നൽകിയത്, ദൃശ്യമാധ്യമങ്ങൾ എത്ര സ്പേസാണ് നൽകിയത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ സർക്കാരിന് അനുവർത്തിക്കുന്ന ചില മാർഗ്ഗങ്ങളുണ്ട്. സർക്കാർ സാധ്യമായ എല്ലാ മേഖലകളിലൂടെയും അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അവിടെയാണ് ഇവിടെ ഈ മാധ്യമങ്ങൾ എടുക്കുന്ന മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. താങ്കൾ പറഞ്ഞത് തന്നെയാണ് വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷം സ്വാഭാവികമായും ഈ കാടടച്ച് വെടിവെക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എന്നാൽ പോലും ഉത്തരവാദിത്വമുള്ളൊരു പ്രതിപക്ഷം ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് ഈ പ്രതിപക്ഷത്തിൻ്റെ വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ചെയ്തികളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വശത്ത് സർക്കാരും ജനങ്ങളും, മറുവശത്ത് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും. ഇവിടെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ സർക്കാർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ ഡാറ്റ അയച്ചു അല്ലെങ്കിൽ ഡാറ്റ ചോർച്ച എന്ന് പറയുമ്പോൾ ഈ ബൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മൊബൈൽ ഫോണുള്ള എല്ലാവർക്കും മെസ്സേജുകൾ അയക്കാറുണ്ട്. അത് ഡാറ്റ ചാർജ് ആണോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് മന്ത്രി പി രാജീവ് ചോദിക്കുകയും ചെയ്തു. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ അത്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഇത്തരം സന്ദേശങ്ങൾ എല്ലാ ആളുകളും, എൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതും അവിടെ നമ്മളതിൽ ഡാറ്റ ചോദിക്കുന്ന ഞാനുമായി ബന്ധപ്പെട്ട വളരെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആ ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു ഉള്ളൊരു രീതി. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെവലപ്മെന്റ് ജേർണലിസം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അത് സ്വാഭാവികമായിട്ട് നടത്തുന്നത് സർക്കാരായിരിക്കുമല്ലോ. സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും അവര് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഈ അതിദാരിദ്ര്യ മുക്തമായിട്ടുള്ള കേരളം എന്ന് പറയുന്നത്. അതായത് മൊത്തം ദാരിദ്ര്യമുക്തം എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽപ്പെട്ട ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ട് അവരെ ആ അവസ്ഥയിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ടേക്ക് എത്തുക. അവരപ്പോൾ അതോടുകൂടിയിട്ട് പൂർണ്ണ ദാരിദ്ര്യമുക്തരാവുന്നില്ല, അതിദാരിദ്ര്യത്തിൽ നിന്ന് അവർ മോചനം നേടുന്നു. എനിക്കൊക്കെ അറിയാവുന്നില്ല, എൻ്റെ പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഡിവിഷനിൽ സ്വാഭാവികമായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ എങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തു എന്ന് അത് ഡിവിഷൻ കൗൺസിലറൊക്കെ എത്രമാത്രം മെനക്കെട്ടാണ് ആളുകളെ കണ്ടെത്തി എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊരു വലിയ കുറെ ദിവസത്തെ പ്രയത്നത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവത്തെ ഒറ്റയടിക്ക് ഇവരൊക്കെ ദാരിദ്ര്യത്തിനപ്പുറത്തേക്കായോ കണക്കിന്റെ കളികളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തമാശയാക്കുന്ന രീതിയിൽ അവിടെയും ഞാൻ പറയും പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ആ രീതിയിലൊക്കെ ചെയ്യും. പക്ഷെ മാധ്യമങ്ങൾക്ക് നോക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഞാനിതിനെക്കുറിച്ച് അത് വളരെ പ്രസക്തമാണെന്ന് പറയാനുള്ള കാരണം സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഈ അതിദാരിദ്ര്യമുക്തമായിട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രമാത്രം അധ്വാനം അതിന്റെ പിന്നിൽ, എത്രമാത്രം മനുഷ്യാധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ ഡെവലപ്മെന്റ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള നേരത്തെയുള്ള റോഡുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ പാലങ്ങളുടെ അവസ്ഥ, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ വിമർശിക്കാം. അതിന് പകരം മൊത്തമായിട്ട് കണ്ണടച്ച് ആക്ഷേപിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ, അതൊരിക്കൽ പോലും പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് വിമർശിക്കാം. ആ വിമർശിക്കുന്നത് കാര്യമാത്ര പ്രസക്തമായിട്ട് അതിന് യുക്തിപരമായ രീതിയിൽ വിമർശനമാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് പലപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ, താങ്കൾ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ യുക്തിഹീനമായിട്ട് അന്ധമായിട്ടുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് സത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ ഒക്കെ അപ്പുറം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഡെവലപ്മെന്റ്, അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായി, അവിടെ പോരായ്മകളുണ്ട്, അത് ചൂണ്ടിക്കാട്ടുകയും വേണം. ആ ചൂണ്ടിക്കാട്ടുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്ത് അത് ശരിയായ രീതിയിലാണെങ്കിൽ സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇതുകൊണ്ട് കണ്ണടച്ചുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ
സർക്കാരിന് സത്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള, എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം പോലും നഷ്ടപ്പെടുകയാണ്. അത് സത്യത്തിൽ സർക്കാരിനോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ശ്രീ സജീവൻ താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ് ഇതൊരു. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാട്ടിയ ഡെവലപ്മെന്റൽ ജേർണലിസം, നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, താങ്കൾ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനുമാണ്. ഡെവലപ്മെന്റ് ജേർണലിസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും താങ്കൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ്. ഇവിടെ ഡെവലപ്മെന്റ് ജേർണലിസത്തിൽ നിന്ന് ഡിസ്ട്രക്റ്റീവ് ജേർണലിസത്തിലേക്ക് മാറുകയാണോ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ, കൺവെൻഷണൽ മാധ്യമങ്ങൾ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട, താങ്കൾ ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമാണ്. കാരണം ഡിസ്ട്രക്റ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് സ്റ്റാമ്പ് റൈറ്റിംഗിന്റെയും മറ്റും കാര്യം, അല്ലെങ്കിൽ പിന്നെ സർക്കുലേഷന്റെ കാര്യം, ഇത്തരം താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു വാർത്ത കൊടുക്കുക, അത് ബഹളം ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഭയങ്കരമായ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന രൂപത്തിൽ ഉണ്ടാവുക. ഞാൻ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ട് അത് ആദ്യത്തെ വാർത്ത വരുന്നു, അതിന് റിസൾട്ട് ഉണ്ടാവാതെ വരുമ്പോൾ ചില മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ആദ്യത്തെ കൊടുത്തു, പിന്നീട് തിരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ലേ ഞങ്ങളുടെ കടമ. അത് തെറ്റായ രീതിയാണ്. അപ്പൊ അത് ഒരിക്കൽ പോലും മാധ്യമപ്രവർത്തനം നമ്മൾ പഠിച്ചതോ പഠിപ്പിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഒരിക്കലും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സത്യം അറിയിച്ചു കൊടുക്കുക, ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുക, രാഷ്ട്രീയ പക്ഷത്തല്ല, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്. അത് പ്രതിപക്ഷമായിട്ട് സ്വയം പ്രവർത്തിക്കണം എന്ന് മാധ്യമങ്ങൾ അങ്ങനെ ഒരു രീതിയുണ്ടല്ലോ. പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക, അതേ സമയത്ത് തന്നെ സർക്കാരിനെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ കടമ പോലും. അതിപ്പോ നടക്കുന്നില്ല വേറെ കാര്യം. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഈ ശരിയായ പ്രതിപക്ഷ ധർമ്മം, അതായത് ശരിയായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ഇന്ന രീതിയിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ടല്ലോ. ആ ധർമ്മം സത്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. അതിന് പകരം താങ്കൾ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രക്റ്റീവ് ജേർണലിസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരിക്കൽ പോലും ആശാസ്യമല്ല, സമൂഹത്തിന് തീരെ ഗുണമുള്ളതല്ല, നമ്മുടെ നാടിന് ഗുണമുള്ളതല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശരി, വളരെ നന്ദി ശ്രീ എ സജീവൻ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചതിന്.